നമ്മുടെ ചിന്തകളെല്ലാം സത്യമാണോ? ഒരിക്കലുമല്ല. മനസ്സ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും ശരിയായി കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയങ്ങളിലോ ഡിപ്രഷൻ, ആൻസൈറ്റി, സെൽഫ് ഡൗട്ട് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മെ അലട്ടുമ്പോഴോ മനസ്സ് മന്ത്രിക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശരിയാവില്ല. സത്യമല്ലാത്ത കാര്യങ്ങളെ പോലും നമ്മെ വിശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനും മനസ്സ് ശ്രമിക്കാറുണ്ട്. നമ്മൾ ഇതിനെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് എന്നും കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെ നമുക്ക് ഇത്തരം നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ ഒഴിവാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും? പോസ് ആൻഡ് ക്വസ്റ്റ്യൻ എന്നുള്ളൊരു രീതിയാണ്. നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് നടക്കുന്ന ഒരു സമയങ്ങളിൽ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ചു നോക്കുക, എന്തെങ്കിലും ഫാക്റ്റിന്റെ ബേസിലാണോ അതോ ഇമോഷണൽ ബേസിലാണോ ഈ തോട്ട് പ്രോസസ്സ് എന്നിൽ നിലനിൽക്കുന്നത് എന്നുള്ളത്. ശരിക്കും അതൊരു ഇമോഷണൽ ബേസിലുള്ള തോട്ടാണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. ഫൈൻഡ് ദ എവിഡൻസ് എന്നുള്ളതാണ്. നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരുമ്പോൾ ആ ഒരു തോട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും പ്രൂഫ് നമ്മുടെ പക്കലുണ്ടോ, എന്തെങ്കിലും എവിഡൻസ് ബേസിലുള്ള തോട്ടാണോ എന്ന് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. റീഫ്രെയിം ദ തോട്ട്സ് എന്നുള്ളതാണ്. നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ചിന്തയെ അതേപടി തന്നെ റീഫ്രെയിം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഉദാഹരണത്തിന്, ഐ ആം ഫെയിലിയർ എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ ഐ മേഡ് എ മിസ്റ്റേക്ക് ബട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ഇറ്റ് എന്നൊരു രീതിയിലേക്ക്, ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുമ്പോൾ അതിന് പകരമായിട്ട് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, പക്ഷെ അതിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നിങ്ങനെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ റീഫ്രെയിം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ എന്നുള്ളത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ സാധിച്ചാൽ പല നെഗറ്റീവ് തോട്ടും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ മൈൻഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മനസ്സ് മന്ത്രിക്കുന്നത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അത് പലപ്പോഴും നമ്മുടെ ഇമോഷണൽ ബേസിലായിരിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് സപ്പോർട്ട് അതിനില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ തോട്ടിനെ പെട്ടെന്ന് തന്നെ റീഫ്രെയിം ചെയ്യാനും ഒരു സെൽഫ് കമ്പാഷനോട് കൂടി നമ്മളോട് തന്നെ സംസാരിക്കാനും നമുക്ക് സാധിക്കണം. നെഗറ്റീവ് തോട്ട് പ്രോസസ്സിനോട് എങ്ങനെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന്റെ ശക്തി എന്ന് പറയുന്നത്.